അപ്പൊ നിന്റെ സ്ഥാനത്ത് അമ്മയാണ് ആഹാരം ഉണ്ടായി കൊടുത്തിരുന്നെങ്കിൽ ഈ ഡയലോഗ് പറയുമായിരുന്നു. അമ്മ നല്ല എളുപ്പമുണ്ട് നീ അമ്മ പറയേ. എന്താടി? ഒന്നുമില്ല, ഇവിടെ ഭർത്താക്കന്മാര് കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാ. അമ്പോ, എന്താണ് ഇപ്പൊ പുതിയ പ്രശ്നം? ഏട്ടൻ പറഞ്ഞ എന്താന്ന് നീ കേട്ടില്ലല്ലോ. പൂച്ചേനെ കൊണ്ടുവന്നുണ്ട്, അറിഞ്ഞോ? ഒരു പൂച്ച. അതിന് ഭക്ഷണം കൊടുത്തിട്ട് അത് ചത്തില്ലെങ്കിലാ ഇനി അവര് കഴിക്കുന്നുള്ളൂന്ന്. ഏട്ടൻ പറഞ്ഞതാണ്. ഞങ്ങൾ ഉണ്ടായി കൊടുക്കുന്ന ഭക്ഷണത്തിലൊക്കെ വിഷമാണ്. അതെന്താ തമാശ പറഞ്ഞ? നിങ്ങൾ എന്താ സീരിയസ് ആയിട്ട് നിൽക്കണേ? ഇതാണോ തമാശ? ഇങ്ങനെയാണോ തമാശ പറയുന്നേ? ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ ആഹാരം ഉണ്ടായി കൊടുക്കണല്ലേ, ഇന്നലെ വരെ ഇല്ലാത്ത തമാശ എന്താണ് ഇതിപ്പോ? ഇതെന്താണ് ചേച്ചി ചെറിയ എന്തോ ഒരു തമാശ വാസട്ടം പറഞ്ഞതിന് ഇജ്ജെന്തിനെ കത്തിക്കയറുന്നേ? അല്ല, ഞാനിപ്പം മിണ്ടാതിരിക്കാൻ കേട്ടിട്ട്. എടി വെറുതെ ഇക്കണ്ട കാലുണ്ടായിട്ട് അന്ന ഒരു കാര്യത്തിന് മുമ്പ് സംശയിച്ചിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ പറയാ? ഓള് ബ്യൂട്ടി പാർലറിന് വേണ്ടിട്ട് അവിടെ ഇവിടെ ഒക്കെ ഓടി നടക്കണല്ലേ? അങ്ങനൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ ഇതുവരെ. അങ്ങനെ എന്തെങ്കിലും സംശയിച്ചിരുന്നെങ്കിലും ഇത്രയും വിഷമം ഉണ്ടാവോ? ഇത് ഏതോ പെണ്ണുമ്പിള്ള എന്തോ കാണിച്ചു എന്ന് വെച്ചിട്ട്. എടി അതന്നെയാണ് ഞാൻ പറയണത്. നിങ്ങൾ വെറുതെ ചെറിയ കാര്യം അങ്ങനെ കൂലങ്കുശായിട്ട് ചർച്ച ചെയ്ത് വഷളാക്കരുത്. ഞങ്ങൾക്ക് ഇത് ചെറിയ കാര്യമായിട്ട് തോന്നുന്നില്ല. ഇത്രയും വർഷമായിട്ട് ഉണ്ടായി കൊടുത്തിട്ട് ഇപ്പഴാ വിഷം ഉണ്ടായി കൊടുക്കുന്ന പോലും. എന്നോട് സ്നേഹമുള്ളതുകൊണ്ട് ഞാൻ പറയാണ്, ചെറിയ കാര്യത്തിന് വേണ്ടിട്ട് ഈ വെറുതെ കച്ചറ ഉണ്ടാക്ക പോലെ. അതിപ്പോ പരീതിക്ക് റെസിയോട് പറഞ്ഞിരുന്നെങ്കിൽ ആ വിഷമം മനസ്സിലായേനെ. എടോ ഇത് എന്താടോ മൂപ്പരെടുത്ത് തമാശ പറഞ്ഞ ഞാൻ അതങ്ങ് സഹിക്കൂ, അത്രേ ഉള്ളൂ. അത്തരം തമാശ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അത് തന്നെ. എടോ അങ്ങനെയൊക്കെയല്ലേ ജീവിതം എന്ന് പറയണത്. ഇത് എന്താണ് മല്ലിക ഇതിനെന്തിനാ കൂട്ടിക്കണ്? ഈ ആണുങ്ങൾക്ക് എന്താണ് ഈ ജീവിതവും വിഷമവും ഇതൊന്നും മനസ്സിലാവാത്തത്? എന്റെ പൊന്നു മല്ലിക, ചെറിയ കാര്യത്തിന് ഈ വെറുതെ ഇങ്ങനെ കച്ചറ ഉണ്ടാക്കാൻ പോലെ. അല്ല, ഇനി ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അടുക്കളയിൽ കയറുന്നില്ല. എന്താന്ന് വെച്ചാൽ അവരുണ്ടാക്കി കഴിക്കട്ടെ. ആ അമ്മ കിടന്ന് പണിയെടുക്കട്ടെ. ആരോടാണ് ഈ യുദ്ധം പ്രഖ്യാപിക്കണത്? ഭർത്താവിനോടോ? കുട്ടികളോടോ? ആ പാവം പിടിച്ച അമ്മേനോടോ? അടുക്കളയിൽ വല്ല പണിയുണ്ടെങ്കിൽ പോയി ചെയ്യ്. ജെസി, അനക്ക് വീട്ടിൽ പണിയൊന്നുമില്ലേ? വെറുതെ ഇങ്ങോട്ട് ചർച്ച കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എടി അടുക്കളയിൽ വല്ല പണിയുണ്ടെങ്കിൽ പോയി ചെയ്യാൻ. നീ മുഖം മുറിപ്പിച്ച് നിന്നോ? നേരെ വെക്കണം മാത്രം. തോരനൊക്കെ ഉണ്ടാക്കിയോ? മീൻകറിയാ? എന്താ നിനക്ക്? എന്തോ ഒരു തെളിച്ചില്ലല്ലോ മാത്രമേ. നേരത്തെയുള്ള തെളിച്ചൊക്കെ തന്നെ ഇപ്പോഴും ഉണ്ട്. കുറച്ചു മതിട്ടാ. എന്താ അമ്മ പറ്റിയത്? ഒന്നും പറ്റിയില്ല എനിക്ക്. കടന്നരത്തിയ ആ കുട്ടിയുടെ ഈ കാര്യം എന്താന്ന് പറയുന്നു? നിക്ക് എല്ലാരും കഴിക്കാൻ പറ്റേ. എന്തെന്ന് വല്ല വിശേഷമുണ്ടാ? ഉരുളുരുട്ടി തരാനാണ് വാവളിക്കടാ. ഇതേ ഞാൻ കൊണ്ടുപോയി ആ പൂച്ചയ്ക്ക് കൊടുക്കട്ടെ. എന്നിട്ട് പൂച്ച ഇത് കഴിച്ചിട്ട് ചത്തില്ലെങ്കിൽ നിങ്ങൾക്ക് തരാം. അയ്യോ, അപ്പൊ അതാണ് കാര്യം. എന്റെ പൊന്നു മല്ലിക, ഞാനത് അപ്പൊ ഒരു തമാശക്ക് വേണ്ടി പറഞ്ഞതല്ലേടി. ഏതോ ഒരു സ്ത്രീ അങ്ങനെ ചെയ്തെന്ന് വിചാരിച്ച് ലോകത്തുള്ള എല്ലാ സ്ത്രീകളും അങ്ങനെയാണോ? ഞാൻ അങ്ങനെയെന്ന് നിങ്ങൾ കരുതി? അതെ, പത്രത്തിലൊരു വാർത്ത വന്നു, പിന്നെ ജോസൂട്ടി എല്ലാരും കൂടെ കൂടിയിരിക്കുമ്പോ ഞാൻ വെറുതെ അങ്ങോട്ട് അടിച്ചതല്ലേ. അവരെല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിങ്ങൾ എന്റെ നാണം കെടുത്തി. പോട്ടെ, നീ ഒരു കാര്യം ചെയ്യ്. അത് മനസ്സിന് വിഷമമായിച്ചല്ലേ നമുക്ക് പിന്നെ വിഷയം കൂടെ വിടാം. ഒരു പാത്രം എടുക്ക്. എനിക്കൊന്നും വേണ്ട. ഒരു പാത്രം എടുത്ത് വെക്ക്, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഞാൻ പിന്നെ കഴിച്ചോളാം. അമ്മ വന്നിട്ട് കഴിച്ചോളാം. അമ്മ അമ്പലന്ന് കഴിച്ചിട്ടുണ്ടാവുന്നേ. പാത്രം എടുക്കുന്നേ. എന്താ അപ്പളേക്ക് കറവ്? കറി വേണ്ടേ?
അത്രല്ലേ ഉള്ളൂ കാര്യം. ആദ്യം ഞാൻ കഴിക്കാം, എന്നിട്ട് ഞാൻ ചത്തില്ലെങ്കിൽ നിങ്ങളൊക്കെ കഴിച്ചാൽ മതി. അപ്പൊ നീ ഇനി ഇത് വിടില്ലേ? അല്ല ഞാൻ ചോദിക്കാണ്, ഇനി ഇത് വിടാൻ ഉദ്ദേശമില്ലേ? എനിക്ക് നല്ല വിഷമായിട്ട്